ഹായ് എവരിബഡി. പാകിസ്ഥാന് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയാണ്. IMF-ൽ നിന്ന് അവർക്ക് ഈ കറക്റ്റ് സമയത്ത് തന്നെ ഇന്ത്യയുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലെ വേളയിൽ തന്നെ അവർക്ക് $240 കോടി സഹായം, ലോൺ, IMF ലോൺ കിട്ടിയെന്നുള്ളതാണ്. നമുക്കറിയാം, തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവര് ഈ പൈസ സിവിലിയൻസിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപയോഗിക്കത്തില്ല എന്നുള്ളത് പണ്ടും അറിയായിരുന്നു. ഇപ്പോഴും നമുക്ക് ഈ പുതിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ IMF-ൽ നിന്ന് പാകിസ്ഥാൻ ഇത്രയും വളരെ ക്രൂഷ്യലായിട്ടുള്ള മൊമെന്റിൽ ലോകത്തിലെ തീവ്രവാദികളുടെ എല്ലാം ഹബ്ബായിട്ട് മാറിയിട്ടുള്ള ഗ്ലോബൽ ജിഹാദിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള പാകിസ്ഥാന് ഇപ്പോഴും എന്തുകൊണ്ട് ഈ ലോകരാജ്യങ്ങളുടെ അധിപനായിട്ടുള്ള അമേരിക്കയും ചൈനയ്ക്കൊക്കെ വളരെ ഡോമിനൻസ് ഉള്ള അല്ലെങ്കിൽ വോയിസ് ഉള്ള ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമില്ല? ചൈന ഓഫ് കോഴ്സ് പാകിസ്ഥാൻ്റെ ഒപ്പം നിൽക്കാൻ നമുക്ക് പ്രത്യക്ഷമായിട്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ അമേരിക്ക എപ്പോഴും തീവ്രവാദത്തിനെതിരെ വളരെ ശക്തമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ഇന്ത്യക്കൊപ്പമാണെന്നൊക്കെ 24 മണിക്കൂറും വിളിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന രാജ്യമായിട്ടും ഇന്ത്യയിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള ഭീകരപ്രവർത്തനം നടത്തിയ പാകിസ്ഥാനെ ഈ ഒരു അവസരത്തിൽ കൈപിടിച്ച് ഉയർത്തി സഹായിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ അതുപോലുള്ള ലോകരാജ്യങ്ങളിലെ ഇരട്ടത്താപ്പ് നയങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കിട്ടിയ ലോൺ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ആയുധങ്ങൾ വാങ്ങിക്കാനും ഇന്ത്യയിൽ കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനും ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ രൂക്ഷമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ അല്ലെങ്കിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ IMF പാകിസ്ഥാൻ $240 കോടി സഹായം അനുവദിച്ചിരിക്കുന്നത് അത് ഈ പറഞ്ഞ രാജ്യങ്ങളുടെയും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ ഇരട്ടത്താപ്പ് നയമാണ്. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്തിൻ്റെ അവകാശങ്ങളെയും അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന ഈ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളെയൊന്നും കാര്യമായി പരിഗണിക്കുന്നില്ല, അതിനൊന്നും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു ലക്ഷണമാണത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പലതരത്തിലുള്ള എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ വോട്ടിങ്ങിൽ നിന്ന് പിന്മാറിയിരുന്നു. കാരണം അകത്ത് പോയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് അതിനെ എതിരെ വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥ കൊണ്ട് നമുക്കതിൽ നിന്നും മാറി നിൽക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ലോകബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പരമേശ്വരൻ അയ്യർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് IMF-ൽ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തത്. ഇന്ത്യ പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെയൊക്കെ അവിടെ വിളിച്ചത് കൊണ്ടുവരികയും അതിനെതിരെ ശക്തമായി വാദിക്കുകയും സംസാരിക്കുകയും അപ്പോൾ ഈ ലോണ് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമെന്നൊക്കെ ഇന്ത്യ വാദിച്ചു എങ്കിൽ തന്നെയും അതിലൊന്നും പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടായില്ല. അമേരിക്കയ്ക്കാണ് അതിനകത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത്. കാരണം അമേരിക്ക ഏറ്റവും ഒരു മുൻപിൽ നിൽക്കുന്ന സാമ്പത്തിക ശക്തിയാണ്. പിന്നെ ചൈനയ്ക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിൽ പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ളൊരു നിലപാടുണ്ടാകുവാനുള്ള സാധ്യത നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാമെന്നുള്ളൂ, അല്ലേ? അപ്പോൾ US-നും ചൈനയ്ക്കാണ് അതിനകത്തിൽ മേധാവിത്വമുള്ളത്, അതിനകത്തിൽ എക്സിക്യൂട്ടീവ് ബോർഡിനകത്തിൽ. അപ്പം അതിലൊരു അംഗം എന്ന നിലയിൽ ഇന്ത്യക്ക് വിട്ടു നിൽക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം വോട്ടെടുപ്പ് പ്രക്രിയയിൽ ഒഫീഷ്യലായിട്ട് നമുക്ക് വോട്ട് ചെയ്യാനുള്ള വ്യവസ്ഥയില്ല അതിനകത്തിൽ. അപ്പോൾ അതിനകത്തിൽ നിന്ന് നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യുക എന്ന് പറയാം. വോട്ടിൽ നിന്ന് പിന്മാറി നിൽക്കുക, വോട്ട് ചെയ്യുക, നമ്മൾ പുറത്തു പോവുക, പിന്മാറി നിൽക്കുക എന്നല്ല. അകത്ത് നമുക്ക് വോട്ട് എതിരെ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ ഓരോ മെമ്പറിനും ആയിട്ടുള്ള ഓരോ രാജ്യത്തിനും ഓരോ വോട്ടാണുള്ളത്. പക്ഷേ IMF-ൽ വോട്ടിംഗ് ശക്തി എന്ന് പറഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക വലുപ്പത്തെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ വലുപ്പത്തെ അനുസരിച്ച് അവർ എത്രത്തോളം ശക്തമായിട്ടുള്ള സാമ്പത്തിക ശക്തിയാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് IMF-ലുള്ള വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന് ആനുപാതികമായിട്ടാണ് ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക ശക്തിക്ക് ആനുപാതികമായിട്ടാണ് IMF-ലെ വോട്ടിംഗ്. UN-ൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു രാജ്യത്തിനൊരു വോട്ടാണ്. അത് പ്രത്യേകിച്ച് വേറെ മാനദണ്ഡങ്ങളൊന്നുമില്ല. അവിടെ ശക്തി ഉള്ളവനെന്നോ ശക്തി കുറഞ്ഞവനെന്നുള്ള മാനദണ്ഡം എന്ന് വെച്ചല്ല അവിടുത്തെ വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനൊരു വോട്ട്. പക്ഷേ IMF-ൽ അങ്ങനെയല്ല. അത് അതിനകത്തിലെ മെമ്പേഴ്സായിട്ടുള്ള രാജ്യങ്ങൾക്ക് അവരുടെ സാമ്പത്തിക ശക്തി അനുസരിച്ചാണ് അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ
ആ വോട്ടിംഗ് അവകാശം എന്ന് പറഞ്ഞാൽ. അപ്പോൾ US ഏറ്റവും കൂടുതൽ വോട്ടിംഗ് വിഹിതമുള്ളത്, എന്നുവെച്ചാൽ 16.49%. കാരണം അത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും നമ്പർ 1 സാമ്പത്തിക ശക്തി ആയതുകൊണ്ട്. രണ്ടാമത് ചൈനയ്ക്കാണ് 6 പോയിന്റ്, ചൈനയ്ക്ക് 6.08% വോട്ടിംഗ് വിഹിതമുണ്ട്. ജപ്പാന് 6.41%. ഇന്ത്യക്ക് 2%-ലധികം വോട്ടിംഗ് വിഹിതമുണ്ട്. അപ്പോൾ ചൈനയും അമേരിക്കയിൽ നിന്നും കൂടുതൽ കാര്യമായിട്ടുള്ള എതിർപ്പുകളൊന്നും ഉണ്ടാകാത്തത് കൊണ്ടാണ് പാകിസ്ഥാന് ഇപ്പോൾ ഈ ധനസഹായം ലഭിച്ചതിൽ ഒരു കാരണമായിട്ട് കാണാം. കാരണം ചൈനയ്ക്ക് മാത്രമല്ല, അമേരിക്കയ്ക്കും പാകിസ്ഥാനെ വളരെ അത്യാവശ്യമാണ്. പാകിസ്ഥാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇന്ത്യയെ ഒരിക്കലും അവർ സഹായിക്കത്തില്ല, അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കത്തുള്ള കാര്യം നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നതാണ്. കാരണം പാകിസ്ഥാൻ ജിയോ പൊളിറ്റിക്സിൽ ഗ്ലോബൽ ഡീപ് സ്റ്റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അമേരിക്കയും ജപ്പാനും ചൈനയും റഷ്യയും ഒക്കെ തന്നെ രാജ്യങ്ങളുണ്ട്, ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ തന്നെ. അപ്പോൾ അവർക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഗ്ലോബൽ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ് പാകിസ്ഥാൻ. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയായാലും ചൈനയായാലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പാകിസ്ഥാൻ ഈ കിട്ടുന്ന ലോൺ ദുരുപയോഗം ചെയ്യും. അതവരുടെ മിലിറ്ററിയും ISI ഇൻ്റലിജൻസും ഒക്കെ തന്നെ ദുരുപയോഗം ചെയ്യും. സിവിലിയൻ പോപ്പുലേഷന് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കത്തില്ല എന്നൊക്കെയുള്ള ഒരു പരാതിയും അല്ലെങ്കിൽ ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ വാദം ശക്തമായതെങ്കിൽ തന്നെയും പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ ആരും തയ്യാറാവില്ല. പക്ഷേ ഫൈനലി ഈ പറഞ്ഞ സാമ്പത്തിക സഹായം പാകിസ്ഥാന് കൊടുക്കുവാൻ അവർ തീരുമാനിച്ചു, അല്ലെങ്കിൽ തീരുമാനമെടുക്കപ്പെട്ടു എന്നുള്ളതാണ് അതിലെ സത്യം എന്ന് പറഞ്ഞത്. പൂഞ്ച്, രജൌറി, യുറി, താങ്ദർ തുടങ്ങി നിരവധി സ്ഥലങ്ങളെ നശിപ്പിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾക്ക് വേണ്ടി IMF പണം നൽകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് IMFന്റെ ലോൺ കിട്ടുന്നതിന് മുമ്പ് തന്നെ കാരണം IMFിൽ നിന്ന് പാകിസ്ഥാൻ ലോൺ എടുക്കുന്നതായിട്ട് വർഷങ്ങൾ പറയായി. കാരണം IMFനെ പോലുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സഹായം കൊണ്ടാണ് തീർച്ചയായിട്ടും പാകിസ്ഥാൻ നിലനിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇതുപോലുള്ള പ്രവർത്തനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിന് എങ്ങനെ കഴിയുമെന്നാണ് നമുക്ക് പലരും ചൂണ്ടിക്കാണുന്നത്. അതിൽ പാകിസ്ഥാൻ നമുക്കറിയാം, എന്ത് കാര്യമുണ്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വൃത്തികേടുകളും ഡിനൈ ചെയ്യുകയും എതിർക്കുകയും അല്ലെങ്കിൽ ഇല്ലെന്ന് സ്ഥാപിക്കുകയും അതുപോലെ തെറ്റായ വ്യാജമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനൊക്കെ അവരുടെ മിലിറ്ററി ഇൻ്റലിജൻസ് ഭയങ്കര മിടുക്കരാണ്. അപ്പോൾ ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള ഈ മുടന്തൻ ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് ഉറപ്പാണ്. ഇന്ത്യൻ മിസൈലുകൾ അഫ്ഗാനിസ്ഥാനിൽ അക്രമം നടത്തിയെന്ന് പാകിസ്ഥാൻ പറഞ്ഞത് കാരണം അത് താലിബാൻ നിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മിസൈൽ അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് വീണുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. എന്നിട്ട് ഇന്ത്യയും താലിബാനും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെയാണ്. പക്ഷേ താലിബാൻ അത് സ്ഥിരീകരിച്ചു, അങ്ങനെ ഒരു മിസൈല് അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് പതിച്ചിട്ടില്ല. ഇന്ത്യയും പറഞ്ഞ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള തെറ്റായിട്ടുള്ള വ്യാജ വാർത്തകളാണ് പാകിസ്ഥാൻ പടച്ചു വിടുന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷേ അത് അവസാനം അവർ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് മാറും. പക്ഷേ അവർക്കൊന്നൊരു വിഷയമല്ല. തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങൾ, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, ഇലക്ട്രിസിറ്റി, വൈദ്യുതി സംവിധാനങ്ങൾ, സൈബർ സംവിധാനങ്ങൾ തുടങ്ങിയവയുടെ ഇതിൻ്റെയൊക്കെ വലിയൊരു ഭാഗവും അല്ലെങ്കിൽ ഭൂരിഭാഗവും ഇതൊക്കെ ആക്രമിച്ചു നശിപ്പിച്ചു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചെന്നുള്ള കാര്യം ലോകത്തിന് മനസ്സിലായി. ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ചു കൊടുക്കുന്നുണ്ട്. അത് പാകിസ്ഥാനെ മാത്രമല്ല, അയലത്തുള്ള മറ്റ് ബംഗ്ലാദേശൊക്കെ ഭയങ്കര വാചകടിയായിരുന്നില്ല. ഇപ്പോൾ ബംഗ്ലാദേശ് ഇപ്പം നന്നായിട്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലായി ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും ഇന്ത്യയുടെ ശക്തി എന്താണെന്നും ഇന്ത്യക്ക് എവിടെ വരെ എത്താൻ കഴിയുമെന്നൊക്കെയുള്ള കാര്യം പാകിസ്ഥാന് മാത്രമല്ല, ചൈനയ്ക്ക് മാത്രമല്ല, ബംഗ്ലാദേശിന് മാത്രമല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പോൾ മനസ്സിലായി ഏകദേശം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പവർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇമേജ് ഇപ്പോൾ ഈ സീസ്ഫയറിനെ കുറിച്ച് ചില ആരോപണങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അത് നമുക്കുണ്ട്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ അല്പം കൂടെ ശക്തമായിട്ടുള്ള പ്രഹരം കൊടുത്തതിന് ശേഷം മതിയായിരുന്നു എന്നുള്ളൊരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു നിലപാടുമൊക്കെയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളത്. പക്ഷേ അത് മറ്റെന്തോ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തോ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടോ വല്ലതും ആയിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു
സീസ് ഫയറിന് വേണ്ടി അല്ലെങ്കിൽ വെടിനിർത്തലിന് വേണ്ടി ഇന്ത്യയും സമ്മതിച്ചത്. കാരണം ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ തൽക്കാലമെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം പാകിസ്ഥാനിൽ കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവരത് പുറത്തു വിടുന്നില്ലെന്നേ ഉള്ളൂ. നല്ല കാര്യമായിട്ടുള്ള പരിക്ക് പാകിസ്ഥാന് പറ്റിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഇനി അടുത്ത കാലത്തൊന്നും അവർക്കത് റിപ്പയർ ചെയ്തെടുക്കാനുള്ള ശേഷി ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇനിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു മിസ്അഡ്വഞ്ചർ ഉണ്ടാകുകയാണെങ്കിൽ ഇതിനേക്കാളിലും ശക്തമായിട്ടുള്ള പ്രഹരം പാകിസ്ഥാന് കിട്ടുമെന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം തന്നത്. ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യക്ക് താല്പര്യമില്ലായിരുന്നു. അതുപോലെ തന്നെ ചൈനയ്ക്കും ഒരു മെസ്സേജ് ഇതുവഴി നമ്മൾ നൽകുക, കൂടുതൽ വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ തൽക്കാലം ലിമിറ്റഡായിട്ട് നമ്മളുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളൂ, വളരെ ലിമിറ്റഡായിട്ട്. ഇന്ത്യ വളരെ ലിമിറ്റഡായിട്ടുള്ള നമ്മുടെ പ്രഹരശേഷി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഇത്രയും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നമുക്ക് വരുത്തി വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 50% ഉപയോഗിച്ചതെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇന്ന് കാണത്തില്ല തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് ഇത് പാകിസ്ഥാന് ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. അത് നമ്മളെ ഇന്ത്യ തൽക്കാലം അതിനകത്തിൽ ഇന്ത്യ ലക്ഷ്യം കണ്ടു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പാകിസ്ഥാൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള ഡാമേജ്, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും അടുത്തുള്ള രാജ്യങ്ങൾക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിക്കേഷനാണിത്. കാരണം മര്യാദയ്ക്കുന്നില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും അനുഭവം എന്നുള്ള കാര്യം. ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇത്രയും നാളും ഇന്ത്യയെക്കുറിച്ച് കരുതിയിരുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരുന്ന അവരുടെ ഇമേജ് ഏകദേശം തകർക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് കാണാം പാകിസ്ഥാൻ ഈ ലോണ് ഇനി ഏത് രീതിയിലാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഇന്ത്യക്കെതിരെ കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതിർത്തി കടന്നുള്ള പ്രകോപനങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞ കാശ് മറ്റേവർ കൊടുത്തതും അവർ വാങ്ങിച്ചതും ഇന്ത്യക്കെതിരെ ഇതുപോലുള്ള വിടുപണി ചെയ്യാനാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൽക്കാലം നമുക്ക് ഇത്രയും മനസ്സിലാക്കാം. IMF-ൽ നിന്നും മറ്റൊരു ലൈഫ് ലൈനോടെ പാകിസ്ഥാന് കിട്ടി. 240 കോടി ഡോളറിൻ്റെ ഏകദേശം റുപ്പി ടേംസിൽ എത്ര 8000 ചില്ലാനം കോടി എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. 240 കോടി ഡോളറിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അതൊക്കെ അവർ പറയും കണ്ടീഷണലാണെന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും അത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ നേതാക്കളല്ലേ, അവർ ഏത് രീതിയിൽ ഇതിനെ വിനിയോഗിക്കും. ഇതിന് നല്ലൊരു പങ്ക് അമാർ അടിച്ചെടുക്കും, ബാക്കിയുള്ള പങ്ക് അമാർ ഇന്ത്യക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കാനും ഊട്ടി വളർത്താനും ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.